മൂന്നാമത്തെ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ജയിലിൽ തുടരും. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ തിരുവല്ല കോടതി നാളെ പരിഗണിക്കും. രാഹുലിനെ നാളെ കോടതിയിൽ ഹാജരാക്കണമെന്ന നിർദ്ദേശം. ജാമ്യാപേക്ഷയിൽ കോടതി പോലീസ് റിപ്പോർട്ട് തേടി. വിശദാംശങ്ങളുമായി ഗോകുൽ ചേരുകയാണ്. ഗോകുൽ, ഈ ബലാത്സംഗ പരാതിയിൽ അറസ്റ്റിലായ രാഹുൽ ജയിലിൽ തുടരും. പോലീസിന്റെ കസ്റ്റഡി അപേക്ഷ തിരുവല്ല കോടതി നാളെ ആയിരിക്കും പരിഗണിക്കുക, അല്ലേ? KP തീർച്ചയായിട്ടും. അതായത് നിലവിൽ 7 ദിവസത്തെ കൂടി രാഹുലിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ട് അന്വേഷണ സംഘം ഇന്ന് കസ്റ്റഡി അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നു. തിരുവല്ല 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലായിരുന്നു കസ്റ്റഡി അപേക്ഷ നൽകിയത്. ഈ കസ്റ്റഡി അപേക്ഷ നാളെ പരിഗണിക്കാനായിട്ട് മാറ്റിയിരിക്കുകയാണ് കോടതി. 7 ദിവസത്തേക്കാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. രാഹുലുമായിട്ട് കൂടുതൽ തെളിവെടുപ്പ് നടത്തേണ്ടതുണ്ട്, കൂടുതൽ ചോദ്യം ചെയ്യൽ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് കസ്റ്റഡി അപേക്ഷയിൽ അന്വേഷണ സംഘം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ ലൈംഗിക അതിക്രമം നടന്നു എന്ന് പറയുന്ന തിരുവല്ലയിലെ സ്വകാര്യ ഹോട്ടലിൽ എത്തിച്ചുകൊണ്ട് രാഹുലിനെ തെളിവെടുപ്പ് അടക്കം നടത്തേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ രാഹുലിനെ കസ്റ്റഡിയിൽ വേണം എന്നുള്ളൊരു ആവശ്യമാണ് അന്വേഷണ സംഘം മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എന്തായാലും നാളെ പരിഗണിക്കുന്ന വേളയിൽ ഒരുപക്ഷെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഒപ്പം ഇന്നിപ്പോൾ കോടതിയിൽ രാഹുലിന്റെ അഭിഭാഷകൻ രാഹുൽ ചെയ്ത കാര്യങ്ങൾ അത് കുറ്റം നിലനിൽക്കുന്നതല്ല എന്നും പ്രോസിക്യൂഷൻ ആരോപിക്കുന്ന കുറ്റം നിലനിൽക്കുന്നതല്ല എന്നും രാഹുലിന് ജാമ്യം നൽകണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നിലവിൽ എന്തായാലും ഈ ജാമ്യത്തിന്റെ വിഷയത്തിൽ പോലീസിന്റെ റിപ്പോർട്ട് കോടതി തേടിയിരിക്കുകയാണ്. റിപ്പോർട്ട് കൂടി പരിഗണിച്ചതിന് ശേഷമായിരിക്കും ജാമ്യാപേക്ഷയിൽ കോടതി തീരുമാനം കൈക്കൊള്ളുന്നുണ്ടാവുക. എന്തായാലും നാളെ വീണ്ടും ഈ കേസ് കോടതി പരിഗണിക്കുകയാണ്. ശരി, ഗോകുൽ രമേശാണ് വിശദാംശങ്ങൾ നൽകിയത്.